ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കസ്റ്റാർഡ് പുഡിംഗ് ആണ്. ഇതിലേക്ക് ആവശ്യമായത് നട്ട്സ്, ബദാം, 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പാൽപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയത് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത്. ഒരു പാൻ അടപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് അതിൽ ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വന്ന നെയ്യിലേക്ക് നമ്മൾ ഗ്രേറ്റ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുത്ത് അതിനാവശ്യമുള്ള പഞ്ചസാരയും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ ചെറിയ തീയിൽ വെക്കണം. നല്ലതുപോലെ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ആ പാൽപ്പൊടിയും ക്യാരറ്റും വെന്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിന് ഞാൻ മിക്സിയുടെ ജാറിൽ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മിക്സായി ഒന്ന് പറ്റി വരുമ്പോൾ നട്ട്സും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള കസ്റ്റാർഡ് തയ്യാറാക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് ഒരു ബൗളിലിട്ട് അതിൽ 1/4 കപ്പ് പാൽ ഒഴിച്ച് നല്ലതുപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. 1/2 ലിറ്റർ പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. 1/2 ലിറ്റർ പാല് ചൂടാക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ സ്റ്റൗവിൽ വയ്ക്കുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, മധുരത്തിന് ആവശ്യമുള്ളത്, 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് ചെറിയ ചൂട് ആകുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. നല്ലതുപോലെ കട്ടയില്ലാതെ ചവിട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ ഇളക്കുക. ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം ഒരു ബൗളെടുക്കുക. ക്യാരറ്റ് റെഡിയായി വെച്ചിരിക്കുന്നത് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുക.